എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ കുറെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചോദ്യങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിച്ചു. അതിന്റെ ഒന്നും സൊല്യൂഷൻ നമ്മൾ ചർച്ച ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ച അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടിംഗ് കറന്റ് പ്രോബ്ലം, ഇൻവെർട്ടർ AC, പമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ മതി. ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടിംഗ് കറന്റ് പ്രോബ്ലം ഉണ്ടാകുന്നത് റോട്ടർ മൂവ് ചെയ്യാതിരിക്കുകയും അതേസമയം മാഗ്നറ്റിക് ഫ്ലക്സ് റേറ്റഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് സ്പിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റിലേറ്റീവ് വെലോസിറ്റി കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റോട്ടർ അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മാഗ്നറ്റിക് ഫ്ലക്സും റേറ്റഡ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലാതെ ഒരു ലോ വാല്യൂവിൽ നിന്ന് സ്റ്റഡി ആയിട്ട് ബിൽഡപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അതോടൊപ്പം തന്നെയുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ദ കറണ്ട് ഡ്രോൺ ഫ്രം ദ സപ്ലൈ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ് പ്രോബ്ലം. അതോടൊപ്പം തന്നെ പമ്പിന്റെ RPM മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് മാറ്റാനായിട്ട് നമ്മൾ പമ്പിന് കൊടുക്കുന്ന പവർ ഇൻപുട്ട് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ പമ്പിന്റെ പവർ ഇൻപുട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ യു ചേഞ്ച് ദ സപ്ലൈ വോൾട്ടേജ്. HVDC പവർ ട്രാൻസ്മിഷന്റെ കേസിൽ നമുക്ക് AC to DC ആൻഡ് DC to AC പവർ കൺവേർട്ട് ചെയ്യുന്ന യൂണിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചേഞ്ച് HVAC ഇൻറ്റു HVDC. വളരെ ക്രൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. But still, the fundamental difference between the HVAC system and HVDC system is the presence of these two main components, AC to DC and DC to AC conversion. Fan regulators, SMPS ഉൾപ്പെടെയുള്ള മോഡേൺ സിസ്റ്റംസിന്റെ എല്ലാം ഫണ്ടമെന്റൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കിയാൽ they all change the supply voltage according to our needs. സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡിലുള്ള പവർ സപ്ലൈ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് മീനിങ് ഇല്ല. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ഇപ്പൊ 415 വോൾട്ടിലാണ് നമ്മൾ ഗ്രിഡിൽ നിന്ന് പവർ റിസീവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഫിക്സഡ്. പക്ഷേ ദാറ്റ് ഇൻകമിംഗ് പവർ ഈസ് മാനിപ്പുലേറ്റഡ് ഓർ ഇറ്റ് ഈസ് കൺട്രോൾഡ് ഇൻ സം വേ സോ ദാറ്റ് അവർ ടാസ്ക് ഈസ് അച്ചീവ്ഡ്. ഫോർ എക്സാമ്പിൾ, ഒരു മോട്ടറിന്റെ സ്പീഡ് കൺട്രോളിംഗ് ആണെന്നുണ്ടെങ്കിൽ പവർ ഗ്രിഡിൽ നിന്ന് എടുത്തിട്ട് അത് ലോഡിലേക്ക് കൊടുക്കുന്നതിന്, ലോഡ് എന്ന് പറഞ്ഞാൽ മോട്ടോറിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു വിൽ ബി ഡൂയിങ് സം വോൾട്ടേജ് ചേഞ്ചസ്. ഒരു മോട്ടോർ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് there will be a particular circuitry. You will be having a set of thyristors. Thyristors means ഒരു set of power semiconductor devices എന്ന് കണക്കാക്കിയാൽ മതി. You will be turning those switches on and off in a particular sequence so that the RPM of the motor gets reduced. ഈ കണ്ട എക്സാമ്പിൾസിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കൺക്ലൂഷൻ, when you change or when you have a controllability over the supply voltage, you can achieve more in terms of അച്ചീവിങ് എഫിഷ്യൻസി. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, നമ്മൾ എന്തുകൊണ്ടാണ് എഫിഷ്യൻസിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. കഴിഞ്ഞ തവണ പറഞ്ഞ കാരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ കണ്ട എല്ലാ ഇഷ്യൂസും പവർ ലെവൽ ഇഷ്യൂസ് ആണ്, അല്ലാതെ ദേ ആർ നോട്ട് സിഗ്നൽ ലെവൽ ഇഷ്യൂസ്. അതായത് ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട്സ് ദാറ്റ് വി ഡീൽ വിത്ത് ആർ ഓഫ് ദ ഓർഡർ ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് വോൾട്ട്സ് ഓർ ടെൻസ് ഓഫ് ആംബിയേഴ്സ്, മേ ബി ഈവൻ ഹൺഡ്രഡ്സ് ഓഫ് ആംബിയേഴ്സ്. അപ്പം ആ ഒരു കേസിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ പവർ ലോസ് പോലും ഈവൻ 1% or 0.1% ഓഫ് പവർ ലോസ് വിൽ ബി എ ഹ്യൂജ് വാല്യൂ. ദ സെക്കൻഡ് ഒബ്വിയസ് റീസൺ ഈസ് ദ ഇക്കണോമിക് ആസ്പെക്ട്. വി നോ ദാറ്റ് ഈച്ച് ഓഫ് ദ റിസോഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു മണി. എനർജിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങൾ പോലും ഇക്കണോമിക് ആസ്പെക്ടില് ദാറ്റ്സ് ലോസ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഡിസ്കസ് ചെയ്തതാണ്. എത്രത്തോളം നിങ്ങൾ എനർജി എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, എത്രത്തോളം നിങ്ങൾ പവർ സേവ് ചെയ്യുന്നു, അത്രത്തോളം യു ആർ ബീങ് മോർ ഫ്രണ്ട്ലി ടു ദ എൻവയോൺമെന്റ്. Now at this point we come to the actual question of what is power electronics. It is mainly concerned with the generation, transmission, distribution and utilization of electric energy at high efficiency, where you are dealing with electric energy and you are seeking for making it more and more efficient. Yes, it is a subject that concerns with the application of electronic principles in the situations that are rated at power level rather than signal level. നമ്മൾ പവർ ഇലക്ട്രോണിക്സിനകത്ത് കാണാൻ പോകുന്ന എല്ലാ പ്രിൻസിപ്പിൾസും, ഓൾമോസ്റ്റ് എല്ലാ പ്രിൻസിപ്പിൾസും ഇലക്ട്രോണിക് പ്രിൻസിപ്പിൾസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഫ്ലോ ഓഫ് ഹോൾസ്. എന്നാൽ ദീസ് ആർ ഓൾ റേറ്റഡ് അറ്റ് പവർ ലെവൽ. അൺലൈക്ക് ദ ഏർലിയർ സബ്ജക്ട്സ് വി ഹാവ് ബീൻ ഡീലിംഗ് വിത്ത് സോ ഫാർ, ഈ പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന circuits are working at power levels that can go thousands of volt high and thousands of ampere high. ഒരു പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രം ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിനകത്തുള്ള ലോഡ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു മോട്ടർ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹീറ്റിംഗ് സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ലൈറ്റിംഗ് സിസ്റ്റം ആകാം.
സർവീസ് പ്രൊവൈഡർ തരുന്ന ഇലക്ട്രിക് പവർ നമ്മൾ നേരിട്ട് ലോഡിലേക്ക് ഫീഡ് ചെയ്തല്ല ചെയ്യുന്നത്, പകരം ഇറ്റ് ഈസ് ബീങ് ഫെഡ് ത്രൂ എ പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്. ആൻഡ് യു സീ ദാറ്റ് ദിസ് പവർ ഇലക്ട്രോണിക് സർക്യൂട്ട് ഇറ്റ് സെൽഫ് ഈസ് ഡ്രിവൺ ബൈ മെനി അതർ സിസ്റ്റംസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 1000 ലിറ്റർ പെർ മിനിറ്റിൽ ഒരു ടാങ്കിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് 500 ലിറ്റർ പെർ മിനിറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ചേഞ്ച് ഇസ് ദ കമാൻഡ്. ഇപ്പൊ നമ്മൾ 1000 ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ളത് മാറി 500 ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ളത് ആ ഇൻപുട്ട് നമുക്ക് കമാൻഡ് ആയിട്ട് കണക്കാക്കിയാൽ ആ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ദ സിസ്റ്റം വിൽ ബി കാൽക്കുലേറ്റിംഗ് ഓർ മേ ബി ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു PLC സിസ്റ്റത്തിനകത്തിരിക്കുന്ന കൺട്രോളർ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മോട്ടറിന്റെ RPM എത്രയിലോട്ട് കുറച്ചാലാണ് 1000 ലിറ്റർ പെർ മിനിറ്റ് മാറി അത് 500 ലിറ്റർ പെർ മിനിറ്റ് ആകുന്നത് എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്യും. അത് ഉപയോഗിച്ചിട്ടാണ് ഒരു കൺട്രോൾ യൂണിറ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ദ കൺട്രോൾ യൂണിറ്റ് ഇൻ ടേൺ ഡ്രൈവ്സ് എ സെറ്റ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ടറി. ഫൈനലി ഈ ഡിജിറ്റൽ സർക്യൂട്ടുകളായിരിക്കും പവർ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ യു സീ ദാറ്റ് ദിസ് ഇസ് എ ക്ലോസ് ലൂപ്പ്. വൈ ദിസ് ഇസ് എ ക്ലോസ് ലൂപ്പ്? ഈ ഒരിക്കൽ 1000 ലിറ്റർ പെർ മിനിറ്റിനെ 500 ലിറ്ററിനോട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലോ റേറ്റ് നീഡ് നോട്ട് കം ഓൾ ഓഫ് എ സഡൻ ടു 500 ലിറ്റർ പെർ മിനിറ്റ്. ദാറ്റ് മേ ബി ഇനിഷ്യലി കമ്മിങ് ഡൗൺ ടു മേ ബി 600 ലിറ്റർ പെർ മിനിറ്റ്. പക്ഷേ ഈ ഫ്ലോ റേറ്റ് നമ്മൾ again it is fed back to the control unit, which correspondingly it makes its decision. It means this is a closed loop control system. ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കാണും, പവർ ഇലക്ട്രോണിക്സ് ഈസ് നോട്ട് എ സ്റ്റാൻഡ് അലോൺ എഞ്ചിനീയറിംഗ് ഡൊമൈൻ, ബട്ട് ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ഡൊമൈൻ വേർ എ പവർ ഇലക്ട്രോണിക്സ് engineer should have ample expertise in many other engineering areas like electric machines, electromagnetics, electronics, signal processing, ഈവൻ പ്രോഗ്രാമിംഗ്. നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പോലും ആപ്ലിക്കേഷൻസ് ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ദ സെയിം സിസ്റ്റംസ് ആൻഡ് മേ ബി സെയിം പ്രിൻസിപ്പിൾസ് ആർ യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസ് ഓർ ട്രാൻസ്പോർട്ടേഷൻ ആപ്ലിക്കേഷൻസ് മേ ബി അറ്റ് എ ഡിഫറെന്റ് പവർ ലെവൽ. ഇപ്പൊ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ അഡാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് വൺ ആപ്ലിക്കേഷൻ ഓഫ് പവർ ഇലക്ട്രോണിക്സ്. അതോടൊപ്പം നിങ്ങൾ പല സൈഡിൽ കാണുന്നത് നോട്ട് മച്ച് ഫെമിലിയർ, ദിസ് ഇസ് എ HVDC 12 pulse കൺവെർട്ടർ. നിങ്ങൾക്ക് അതിന്റെ വലിപ്പം ഊഹിക്കാം. യു ക്യാൻ സീ എ മാൻ സ്റ്റാൻഡിങ് ഹിയർ. ഇപ്പൊ പവർ ഇലക്ട്രോണിക്സിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കാണുന്നത്. ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റെസിഡൻഷ്യൽ, കമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, ട്രാൻസ്പോർട്ടേഷൻ, യൂട്ടിലിറ്റി സിസ്റ്റംസ്, എയറോസ്പേസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദ ലിസ്റ്റ് ഇസ് നോട്ട് എക്സോസ്റ്റീവ്. Indeed, the list is endless. And as we have seen that the primary goal of power electronics is the generation, distribution and utilization of electric energy at high efficiency, we are primarily going to see many things about electrical power. Industrial electronics എന്ന ഈ വിഷയത്തിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പലതരം കൺവെർട്ടറുകളാണ്. AC to DC converters, DC to AC converters, which are also called inverters, AC to AC and DC to DC. AC to AC converter എന്ന് പറയുന്നത് you change one voltage level of AC to another voltage level of AC. Same is the case for DC. One level of DC or DC level voltage ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ primarily what we are going to see in power electronics, this subject is going to be set of converters. And what is not listed here is what is called cyclo converters, where you change power at one frequency into power of another frequency. One main thing what you have to keep in mind while you study power electronics is almost all of the components that appear in any circuit is acting as a switch. That is, അതിനകത്ത് ആകെ 2 സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതായത് as you know, ഒരു സ്വിച്ചിന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു ഓൺ സ്റ്റേറ്റും ഒരു ഓഫ് സ്റ്റേറ്റും ആയിരിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു we are all dealing with high powers. അതായത് the voltage which we deal with can go up to thousands of volt, and the current that is flowing through the devices can go up to thousands of amperes. Appo if the component, any particular component, if that is maintaining thousands of volt simultaneously flowing thousands of amperes through it, the power that is being handled can go up to megawatts, and that is not possible. ഒരു ചെറിയ പവർ ഇലക്ട്രോണിക് ഡിവൈസിന് ഇത്രയും പവർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ these devices invariably work as switches. Either it is on or it is off. When it is on, it can conduct very high current, but the voltage should be ideally zero, and
At the other case, when it is off, it can block a high voltage but no current should flow through it. So that in both cases, the power handled by the device should be equal to 0. നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത് ഒരു ഓപ്പൺ സ്വിച്ചും ഒരു ക്ലോസ്ഡ് സ്വിച്ചുമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ സ്വിച്ചിന് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ബ്രാഞ്ചിന് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് 400 വോൾട്ട് ആണെന്ന് ഇരിക്കട്ടെ. ഈ റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ് ആണ്. ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ സേ ആർ ഈക്വൽ ടു 4 ohms. അപ്പം ലെറ്റ് മീ കോൾ ദിസ് സ്വിച്ച് എസ്. വെൻ ദ സ്വിച്ച് ഈസ് ഓപ്പൺ, സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് the voltage that is blocked by the switch is the whole of the voltage, which is equal to 400 volt. But the current V is equal to 400 volt. But the current that is flowing through the switch is 0 amperes. അപ്പോൾ ഈ സ്വിച്ച് ഹാൻഡിൽ ചെയ്യുന്ന പവർ കാൽക്കുലേറ്റ് ചെയ്താൽ P is equal to, which is equal to the product of voltage and current, is equal to 400 times 0, which is equal to 0. അതേസമയം നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു ഓപ്പൺ സ്വിച്ച്, ക്ലോസ്ഡ് സ്വിച്ച് ആണ്. ഈ ക്ലോസ്ഡ് സ്വിച്ചിന് സെയിം സപ്ലൈ വോൾട്ടേജ് 400 വോൾട്ടും ആണെങ്കിൽ ഈ സ്വിച്ച് വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ്, അത് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യുന്ന പവർ വിച്ച് വിൽ ബി ഈക്വൽ ടു P is equal to V into I. പക്ഷേ വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, the voltage across the switch will be equal to 0 volt, which is 0 volt into the switch follows into the current will be equal to 400 by 4, which is equal to 100 ampere. Again, power handled by the switch is equal to 0 watts. അതായത് ഒരു സ്വിച്ച് പെർഫെക്റ്റ് സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അറ്റ് എനി സ്റ്റേറ്റ്, വെദർ ഇറ്റ് ഈസ് ഓൺ ഓർ ഓഫ്, അറ്റ് ബോത്ത് ടൈം ദ പവർ ഹാൻഡിൽഡ് ബൈ ദ ഡിവൈസ് ഓർ ദ പവർ ഹാൻഡിൽഡ് ബൈ ദ സ്വിച്ച് ഈസ് 0. ദിസ് ഇസ് ദ ഐഡിയൽ കേസ്, ബട്ട് ദിസ് വിൽ നോട്ട് ബി ദ പ്രാക്ടിക്കൽ കേസ്. പ്രാക്ടിക്കലി ഏതൊരു സ്വിച്ചിനും ഓഫ് സ്റ്റേജിൽ നിന്ന് ഓൺ സ്റ്റേജിലേക്കും ഓണിൽ നിന്ന് ഓഫ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് ഇറ്റ് ടേക്സ് എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം. ആ സമയത്ത് ദ പവർ ഹാൻഡിൽഡ് ബൈ ദ സ്വിച്ച് വിൽ ബി മാക്സിമം, ബിക്കോസ് the switch at that point of time will be handling a sufficiently high voltage while a sufficiently high current is flowing through the switch. അതോടൊപ്പം തന്നെ നോൺ ഐഡിയൽ സ്വിച്ചസ് will be showing a finite amount of voltage, maybe of the order of 1 or 2 volt, but still the voltage will be there where, even when the switch is closed. So it means there will be a finite amount of power handled by the switch even when it is on or off. സ്വിച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പവർ കൺവേർഷൻ ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്കിപ്പോൾ നോക്കാം. നിങ്ങളിവിടെ കാണുന്നത് ഒരു 9 വോൾട്ട് DC പവർ സപ്ലൈ ആണ്. അത് our aim is to get a 3 volt out of this 9 volt DC power supply. അപ്പോൾ ഒരു സിമ്പിൾ സൊല്യൂഷൻ നമുക്ക് ചിന്തിക്കാവുന്നത് to put a voltage divider. നിങ്ങൾ അതാണ് കാണുന്നത്. ഇപ്പോൾ there are two resistances, of one is of value RL and other is of value 2RL. So that മൊത്തം പവർ സപ്ലൈയുടെ, അതായത് 9 വോൾട്ടിനെ 1/3 2/3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഈ റെസിസ്റ്റൻസസ് മതി. ഇറ്റ് മീൻസ് യു വിൽ ബി ഗെറ്റിംഗ് a voltage 3 volt across the resistance RL. And the problem is, this is an inefficient method. നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ എന്തായാലും 3 വോൾട്ട് കിട്ടും, അതായത് RL അക്രോസ് നിങ്ങൾക്ക് 3 വോൾട്ട് എന്തായാലും കിട്ടും. പക്ഷേ the resistances, both 2RL and RL, are flowing a current, a finite current through this branch. അതിനർത്ഥം while you are getting a 3 volt at the output across RL, there is a certain amount of power being generated as heat or being dissipated as heat in the 2RL resistance. That is of no use. എന്നാൽ ഈ സർക്യൂട്ടിനകത്ത് നിങ്ങൾ കാണുന്നത് 2RL റെസിസ്റ്റൻസിന് പകരം നമ്മളൊരു സ്വിച്ച് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വി കീപ് ദ സ്വിച്ച് കണ്ടിന്യൂസ്ലി ഓൺ ആൻഡ് ഓഫ് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. അതായത് മൊത്തം ടി ഡ്യൂറേഷൻ എടുത്താൽ അതിൻ്റെ അകത്ത് 3/1 ഭാഗം, ഫോർ T/3 ഡ്യൂറേഷൻ we keep the switch closed, and for 2/3 T duration we keep it open. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ the average value that you get,
the average value of voltage that you get across this resistance will be equal to 3 volt. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മൊത്തം ഇതൊരു ദിസ് ഇസ് എ കണ്ടിന്യൂസ് വേവ് ഫോം. അപ്പൊ നമുക്ക് വി ടേക്ക് ദിസ് ടു ബി ദ one period of duration t, and we find the area under this curve. Which is equal to 9 times t by 3. To find the average value, we divide it by time period of the waveform, which is equal to t. It means this is equal to 3 volt. This is more efficient method. Why? Because when the switch is open, there is no power drawn from the power supply. അതുകൊണ്ട് തന്നെ there is no power which is dissipated as heat in the switch. ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ഈ റിപ്പിൾ ലൈക്ക് അല്ലെങ്കിൽ ഈ വേവി ആയിട്ടുള്ള ഡി സി വോൾട്ടേജിനെ യു ക്യാൻ മേക്ക് എ സ്മൂത്തർ വോൾട്ടേജ് ബൈ പാസിംഗ് ഇറ്റ് ത്രൂ എ ലോ പാസ് ഫിൽറ്റർ. സോ ഫൈനലി at the output RL, you will be getting the load resistance RL, you will be getting a clean 3 volt. So we end up this session at this point. We will be introducing power semiconductor devices and seeing its classification and one important component, silicon control rectifier, in the next session. Thank you.